students, welcome back to Bosco Campus Vision. In the previous session, we discussed the calculation of expected return and risk of portfolio of securities. So now we are moving on to the next topic, that is beta. So in this session, we will look into the calculation of beta under correlation method. So what do you mean by beta? Beta is a statistical measure used for the measurement of systematic risk. It was first used by William Sharp in 1964. സോ നമ്മൾ പ്രീവിയസ് സെഷൻസിലെല്ലാം തന്നെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് നോക്കിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കോവേരിയൻസും എല്ലാം റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സാണ്. സോ നെക്സ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ബീറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് ആണുള്ളത്, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. മാർക്കറ്റിനെയും എക്കണോമിയെയും ഓവറോൾ എഫക്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അത് അൺഡൈവേഴ്സിഫയബിൾ ആണ്. അതേസമയം ഒരു പർട്ടിക്കുലർ ബിസിനസ്സിനെയോ കമ്പനിയോ മാത്രം എഫക്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അത് ഡൈവേഴ്സിഫയബിൾ ആണ്. സോ അൺഡൈവേഴ്സിഫയബിൾ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ബീറ്റ എന്ന് പറയുന്നത്. ഇത് 1964 വില്യം ഷാർപ്പാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബീറ്റ ആക്ച്വലി മെഷേഴ്സ് ദ സെക്യൂരിറ്റീസ് ഓർ പോർട്ട്ഫോളിയോസ് വേരിയബിലിറ്റി ഓർ സെൻസിറ്റിവിറ്റി ടു ദ വേരിയബിലിറ്റി ഓർ സെൻസിറ്റിവിറ്റി ഓഫ് ദ സ്റ്റോക്ക് മാർക്ക് ഇൻഡെക്സ്. സോ ബീറ്റ ആക്ച്വലി മെഷർ ചെയ്യുന്നത് സെക്യൂരിറ്റീസും പോർട്ട്ഫോളിയോസും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സും തമ്മിലുള്ള വേരിയബിലിറ്റിയും സെൻസിറ്റിവിറ്റിയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ NSE ആണെങ്കിൽ നിഫ്റ്റി ഉണ്ട്, BSE ആണെങ്കിൽ സെൻസെക്സ് ഉണ്ട്. സോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളമാണ് നമ്മുടെ സെക്യൂരിറ്റീസും പോർട്ട്ഫോളിയോസും ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു മെഷറാണ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ സെക്യൂരിറ്റീസ് ഓർ പോർട്ട്ഫോളിയോസ് വേരിയബിലിറ്റി ടു ദ വേരിയബിലിറ്റി ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എത്രത്തോളമാണ് ചേഞ്ച് ചെയ്യുന്നത്, അതിനോടുള്ള സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വേരിയബിലിറ്റി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയാണ് ബീറ്റ വഴി നമ്മൾ മെഷർ ചെയ്യുന്നത്. So the input required for the calculation of beta are the historical data of returns of the individual security as well as the returns of a representative stock market index. So beta കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ടുന്ന മെയിൻ രണ്ട് ഇൻപുട്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺസിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ റിട്ടേൺസിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. സോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺസിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റയും വേണം, അതുപോലെ തന്നെ ഏത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ റിട്ടേൺസിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റയും വേണം. സോ മെയിനായിട്ടും ഈ രണ്ട് ഇൻപുട്സ് വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റോക്ക് റിട്ടേൺ ആൻഡ് ദ മാർക്കറ്റ് ഇൻഡെക്സസ് റിട്ടേൺ. സോ ഓവറോൾ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് റിട്ടേണിൻ്റെയും മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേണിൻ്റെയും റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ബീറ്റ എന്ന് പറയുന്നത്. So this is all about the basic meaning of beta. So next we will move on to the values regarding beta. So beta മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുക. സോ ആ 3 വാല്യൂസ് എന്ന് പറയുന്നത് ബീറ്റ ക്യാൻ ബി ഈക്വൽസ് ടു 1, ബീറ്റ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ബീറ്റ ക്യാൻ ബി ലെസർ ദാൻ 1. സോ ഈ ഓരോ വാല്യൂസും എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇൻ ദ ഫസ്റ്റ് കേസ്, ഇഫ് ബീറ്റ ഈസ് ഈക്വൽ ടു 1, ഇറ്റ് മീൻസ് ന്യൂട്രൽ, which means the security moves as same as the market. സോ ബീറ്റയുടെ വാല്യൂ 1 എന്നാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ന്യൂട്രൽ എന്നാണ്. അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സ് ഒരു 10% ഇൻക്രീസ് ചെയ്തെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിയും ഒരു 10% ഇൻക്രീസ് ചെയ്യും. ഒരു ന്യൂട്രൽ ഫോമിലാണ് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇഫ് ബീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 1, ഇറ്റ് മീൻസ് ദ സ്റ്റോക്ക് ഇസ് റിസ്കിയർ such that the security moves greater than the market. സോ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 എന്ന് സിഗ്നിഫൈ ചെയ്യുന്നത് സ്റ്റോക്ക് കുറച്ചും കൂടി അഗ്രസീവ് ആണ് അല്ലെങ്കിൽ റിസ്കിയർ ആണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഒരു 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ചിലപ്പോൾ ഒരു 15% ഇൻക്രീസ് ചെയ്യാം. സോ എക്സസ് റിട്ടേൺസ് തരുന്നത് കൊണ്ട് തന്നെ അവിടെ റിസ്ക്കും കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു റിസ്കിയർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് അഗ്രസീവ് ആണ് അല്ലെങ്കിൽ റിസ്കിയർ എന്നാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. And if the beta is lesser than 1, it seems that the stock is less riskier such that it moves less than the market. സോ ഇനി ബീറ്റ ലെസ്സർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ അത് ലെസ് റിസ്കിയർ എന്നാണ് സിഗ്നിഫൈ ചെയ്യുന്നത്.
ഇപ്പോൾ മാർക്കറ്റ് ഒരു 10%ഓ 15%ഓ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം സെക്യൂരിറ്റി ഇൻക്രീസ് ആവില്ല, അതിൽ നിന്നും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത്. ഒരു 8%ഓ 7%ഓ അല്ല ഒരു ഇൻക്രീസ് കാണുള്ളൂ. സോ ഇവിടെ റിട്ടേൺസ് കുറവായതുകൊണ്ട് തന്നെ റിസ്ക്കും കുറവായിരിക്കും. So beta 1 means neutral, beta greater than 1 means riskier, beta lesser than 1 means less riskier or defensive stock. സോ ഇതാണ് ബീറ്റയുടെ വാല്യൂസിൻ്റെ 3 കേസസ് എന്ന് പറയുന്നത്. സോ ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ വാല്യൂസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളിന്ന് പറഞ്ഞത്. അതായത് പോസിറ്റീവ് മീൻസ് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്താൽ സ്റ്റോക്കും ഇൻക്രീസ് ചെയ്യും, മാർക്കറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കും ഡിക്രീസ് ചെയ്യും. അതേസമയം നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ ഇറ്റ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓർ ദ കോൺട്രറി ഡയറക്ഷൻ. സോ ഇനി ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ അതിനർത്ഥം മാർക്കറ്റുമായിട്ട് കോൺട്രറി ആയിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. സോ ബീറ്റയ്ക്ക് മെയിനായിട്ട് 3 തരം വാല്യൂസ് ആണുള്ളത്. ഈ വാല്യൂസ് എന്ന് പറയുന്നത് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് മീൻസ് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് നെഗറ്റീവ് മീൻസ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. So this is all about the values regarding the calculation of beta. Next we will look into the methods of calculating beta. So there are mainly two main methods for calculating beta. The first one is correlation method and the second one is regression method. സോ 2 മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ബീറ്റ മെയിനായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോറിലേഷൻ മെത്തേഡും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിഗ്രഷൻ മെത്തേഡ് അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസ്. സോ ഈ 2 മെത്തേഡും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോറിലേഷൻ മെത്തേഡാണ്. വേറൊന്നും കൊണ്ടല്ല, റിഗ്രഷൻ മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബീറ്റ മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ആൽഫയും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ആൽഫയും കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ റിഗ്രഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇച്ചിരി TDS പ്രോസസ്സാണ്. കോറിലേഷനും TDS ആണ്, പക്ഷേ ഡയറക്റ്റ് വാല്യൂസ് തന്നിരിക്കുകയാണെങ്കിൽ കോറിലേഷൻ മെത്തേഡ് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ ആ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോറിലേഷൻ വഴി ബീറ്റ മെഷർ ചെയ്യാനായിട്ട് സാധിക്കൂ. സോ 2 മെത്തേഡിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. 2 മെത്തേഡ് വഴി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ബീറ്റയുടെ വാല്യൂസും സെയിം ആയിരിക്കും, പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫോർ എ പർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 മെത്തേഡ്സും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റിഗ്രഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. So in this session we will look into the calculation of beta under correlation method. സോ കോറിലേഷൻ മെത്തേഡിൻ്റെ അണ്ടറിലുള്ള ബീറ്റയുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ മെഷർമെൻ്റ് ആണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ബീറ്റ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഓഫ് റിട്ടേൺസ് യൂസിങ് ദ ഫോർമുല ബീറ്റ ഓഫ് സെക്യൂരിറ്റി ഐ ഇസ് ഈക്വൽ ടു RIM, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ദ റിട്ടേൺസ് ഓഫ് സ്റ്റോക്ക് ഐ ആൻഡ് ദ റിട്ടേൺസ് ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബീറ്റ കോറിലേഷൻ മെത്തേഡിൽ മെഷർ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് റിട്ടേൺസിൻ്റെയും മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺസിൻ്റെയും റിലേഷൻഷിപ്പാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ബീറ്റ ഓഫ് സെക്യൂരിറ്റി ഐ ഇസ് ഈക്വൽ ടു RIM ഇൻറ്റു സിഗ്മ ഐ ഇൻറ്റു സിഗ്മ എം ബൈ സിഗ്മ എം സ്ക്വയർ. സോ സ്മോൾ r റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോഎഫിഷ്യൻറ്റ് കോറിലേഷൻ ആണ്. സിഗ്മ ഐ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റിട്ടേൺസ് ഓഫ് സ്റ്റോക്ക് ഐ ആൻഡ് സിഗ്മ എം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റിട്ടേൺസ് ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ്. ആൻഡ് സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ വേരിയൻസ് ആണ്. മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ വേരിയൻസിനെയാണ് നമ്മൾ സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത്. സോ ബീറ്റ ഓഫ് സെക്യൂരിറ്റി ഐ ഇസ് ഈക്വൽ ടു RIM ഇൻറ്റു സിഗ്മ ഐ ഇൻറ്റു സിഗ്മ എം ബൈ സിഗ്മ എം സ്ക്വയർ. സോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കോറിലേഷൻ മെത്തേഡ് റിഗ്രഷൻ അനാലിസിസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആണെന്ന്. അത് ഈസി ആവുന്നത് ഈ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് തന്നിരിക്കുമ്പോൾ മാത്രമാണ്. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും എല്ലാം ഡയറക്റ്റായിട്ട് തന്നിരിക്കുമ്പോൾ മാത്രമാണ് കോറിലേഷൻ പ്രോസസ്സ് ഈസിയർ ആയിട്ട് തോന്നുന്നത്. ഇനി ഈ വാല്യൂസ് ഒന്നും ഡയറക്റ്റായിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഫോർമുലയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ഫോർമുലയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്ത് നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ വാല്യൂസ് ഡയറക്റ്റായിട്ട് തന്നില്ലെങ്കിൽ കോറിലേഷൻ മെത്തേഡും ഒരു TDS പ്രോസസ്സ് തന്നെയാണ്. സോ ഈ കോറിലേഷൻ മെത്തേഡിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The correlation coefficient between the company's return and that of the market is 0.935 and the standard deviation of stock returns is 14.96 and the standard deviation of the market returns is 10.11. Calculate the beta. സോ ഇതെന്ന് പറയുന്നത് ബീറ്റ കാൽക്കുലേഷൻ്റെ വെറും ബേസിക് പ്രോബ്ലം ആണ്. അതായത് കോറിലേഷൻ മെത്തേഡിൻ്റെ അണ്ടറിൽ വരുന്ന വെറും ഒരു ബേസിക് പ്രോബ്ലം ആണ്. ഇതിൽ എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്.
സോ RIM അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.935 ആണ്. സിഗ്മ ഐ അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഐ എന്ന് പറയുന്നത് 14.96 ആണ്. സിഗ്മ എം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ എന്ന് പറയുന്നത് 10.11 ആണ്. സോ അതിൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും ഈസിയാണ്. ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അതായത് സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത് 10.11 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 102.16. സോ നമ്മുടെ ഇക്വേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ബീറ്റ ഓഫ് സെക്യൂരിറ്റി ഐ ഇസ് ഈക്വൽ ടു RIM ഇൻറ്റു സിഗ്മ ഐ ഇൻറ്റു സിഗ്മ എം ബൈ സിഗ്മ എം സ്ക്വയർ. സോ വാല്യൂസ് എല്ലാം നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.935 ഇൻറ്റു 14.96 ഇൻറ്റു 10.11 ഡിവൈഡഡ് ബൈ 102.16. സോ ആ സ്റ്റെപ്പ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 141.11 ഡിവൈഡഡ് ബൈ 102.16. സോ ബീറ്റ ഓഫ് സെക്യൂരിറ്റി ഐ ഇസ് ഈക്വൽ ടു 1.384. സോ 1.384 ആണ് ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ 1-നെക്കാട്ടി ഗ്രേറ്റർ ഒരു വാല്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, വിച്ച് മീൻസ് ദ സ്റ്റോക്ക് ഇസ് റിസ്കിയർ ഓർ അഗ്രസീവ്. സോ 1-നെക്കാട്ടി ഒരു ഗ്രേറ്റർ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വാല്യൂവിൽ പറഞ്ഞതുപോലെ ദ സ്റ്റോക്ക് ഇസ് കൺസിഡർഡ് ടു ബി റിസ്കിയർ. സോ ഇതാണ് കോറിലേഷൻ മെത്തേഡ് വഴി ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതിലെല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ വാല്യൂസ് ഒന്നും തരാതെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെയും മാർക്കറ്റ് സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെയും കുറച്ച് നാളത്തേക്കുള്ള വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് തരും. അതിൽ നിന്ന് നമ്മൾ പിന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അത് ഇച്ചിരി tedious ആയിട്ടുള്ള പ്രോസസ്സാണ്, കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സെഷൻ കുറച്ച് വലുതായി പോകും. സോ അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ വരുന്ന പ്രോബ്ലം നമുക്ക് മറ്റൊരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. So in this session we discussed the concept of beta, various values of beta and the methods of calculating beta, and the practical calculation of beta under correlation method. Hope all are clear with the topic. Thank you.